കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ CPM-ൽ നിന്ന് വലിയ ഒഴുക്ക് വരുന്ന നാളുകളിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യം തീർച്ചയാണ്. ഇത്ര വലിയ പെർഫോമൻസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട, മര്യാദയ്ക്ക് ഒരിടത്ത് ഇരുന്നാൽ മതി എന്നൊരു ലൈനാണ് CPM എല്ലാ കാലത്തും സ്വീകരിക്കുന്നത്. BJP-യിലേക്ക് MP ആവാം, MLA ആവാം, മന്ത്രിയാവാം, ഇങ്ങനെ പ്രതീക്ഷിച്ച് നമ്മൾ എത്തിയിട്ടൊരു കാര്യവുമില്ല. രാജീവേട്ടനും രാജീവേട്ടൻ്റെ ടീം വികസിത കേരളം എന്നാണ് BJP ഈ ടീമിനെ പറയുന്നത്. വികസിത ഭാരതം എന്ന് നരേന്ദ്രമോദിജി പറയുന്ന അതേ ആശയം വികസിത കേരളം എന്ന കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിലുള്ള ആശയത്തെ BJP ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മാറാത്തത് ഇനി മാറും. നമസ്കാരം. മുൻ SFI സംസ്ഥാന നേതാവ് BJP-യിലേക്ക് ചേക്കേറിയ വാർത്തയെല്ലാം തന്നെ നമ്മൾ പുറത്ത് വിട്ടതാണ്. എന്നാൽ അദ്ദേഹം കുറഞ്ഞ നാളുകൾ കൊണ്ട് മികവുറ്റ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ്. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് അദ്ദേഹമാണ്. യുവമോർച്ചയുടെ നിയുക്ത സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ ഗോകുൽ ഗോപിനാഥാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു പദവിയിലേക്ക് ഗോകുൽജി എത്തുന്നത്? ആദ്യമായി BJP-യിൽ പദവികളില്ല, ചുമതലകളാണ്, ഉത്തരവാദിത്തങ്ങളാണ്. ഇപ്പോൾ പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചുമതല വഹിക്കാനാണ്. അപ്പോൾ പാർട്ടി അത് വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ എൻ്റെ 100% കഴിവും പ്രാപ്തിയും അനുഭവവും പാർട്ടി ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, സാമൂഹിക പ്രവർത്തനത്തിൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകളിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. പാർട്ടിയും അതാണ് ആഗ്രഹിക്കുന്നത്. ആ 100% പാർട്ടിക്ക് കൊടുക്കാൻ കഴിയണമേ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതൊരു സ്ഥാനപ്രാപ്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടമായി ഞാൻ കാണുന്നില്ല. കാരണം BJP-യിൽ സ്ഥിരമായിട്ട് ആർക്കും ഒരു ചുമതലയും ഈ പറയുന്ന സ്ഥാനമാനങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ചുമതലകൾ മാറി മാറി വരും. ഏത് ചുമതല പാർട്ടി ഏൽപ്പിച്ചാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനായി എല്ലാ കാലത്തും തുടരുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഈ ചുമതലയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മുൻ SFI സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ SFI-യിൽ നിന്നും BJP-യിലേക്ക് വരുന്നു. ഇതിന് ശേഷമുണ്ടായൊരു മാറ്റം എന്താണെന്ന് പറയാമോ? CPM-ൽ നിന്ന് BJP-യിലേക്ക് എത്തിയ ആളാണ് ഞാൻ. അപ്പോൾ ഏറ്റവും വലിയ മാറ്റമെന്ന് പറയുന്നത് BJP തരുന്ന സന്തോഷമാണ്. സന്തോഷം എങ്ങനെ ഉണ്ടാവുക? ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് അവൻ ചെയ്യുന്ന ഉത്തരവാദിത്വങ്ങളിൽ അവന് ലഭിക്കുന്ന അംഗീകാരമാണ്. BJP എന്ന പാർട്ടി ഈ പാർട്ടിയിലെ എല്ലാ പ്രവർത്തകരെയും അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ചെറുതോ വലുതോ എന്നുള്ളതല്ല. ആ അംഗീകാരം കൂടിയാണ് ഞാൻ ഈ ജനറൽ സെക്രട്ടറി ചുമതലയെ കാണുന്നത്. CPM-നകത്ത് നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, അവിടെ ഒരാൾ നന്നായി പെർഫോം ചെയ്താൽ അത് അയാളുടെ ഡീമെറിറ്റായി മാറും. ഇത്ര വലിയ പെർഫോമൻസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട, മര്യാദയ്ക്ക് ഒരിടത്ത് ഇരുന്നാൽ മതി എന്നൊരു ലൈനാണ് CPM എല്ലാ കാലത്തും സ്വീകരിക്കുന്നത്. ഇവിടെ അത്ര കണ്ട് വലിയ പെർഫോമൻസ് ഇല്ലാത്ത എന്നെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകരെ പോലും പ്രധാന ചുമതലകളിലേക്ക് എത്തിച്ച് നമ്മുടെ പ്രാപ്തിയും കഴിവും പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മളെയും വ്യക്തിപരമായും പ്രയോജനപ്പെടുത്തി സംഘടനയെ വളർത്തുക എന്ന് പറയുന്ന വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് BJP കേരളത്തിലും ഈ രാജ്യത്തുടനീളവും നടത്തുന്നത്. അതുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരൻ്റെ മകനായി ജനിച്ച, ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായി ജനിച്ച, ഈ തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്ന എന്നെപ്പോലൊരാൾക്ക് BJP-യുടെ യുവജന വിഭാഗത്തിൻ്റെ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഈ ആദ്യഘട്ടത്തിൽ തന്നെ വരാൻ സാധിച്ചത് അത് പാർട്ടി തന്ന ഒരു അനുഗ്രഹമായി, ഒരു ചുമതലയായി അതിനെ നിർവഹിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. അതുകൂടാതെ എത്ര മാസമായി BJP-യിൽ അംഗമായിട്ട്? BJP-യിൽ അംഗമായിട്ട് കൃത്യം പറഞ്ഞാൽ 100 ദിവസം കഴിയുന്നതേ ഉള്ളൂ. മെയ് 22-ാം തീയതിയാണ് ഞാൻ BJP അംഗമാവുന്നത്. അത് കഴിഞ്ഞ്
എന്താ പറയുക 100ാമത്തെ ദിവസം കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലെ എണ്ണമല്ല ഭാരതീയ ജനതാ പാർട്ടി എത്ര കാലം നീ BJP ആയിരുന്നു, അല്ലെങ്കിൽ എത്ര കാലം നീ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല. ഉണ്ടായിരുന്ന സമയങ്ങളിൽ എങ്ങനെയായിരുന്നു പ്രവർത്തനം. ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി എന്നെ പാകപ്പെടുത്താനും അല്ലെങ്കിൽ എന്നിലെ കഴിവുകളെ കണ്ടെത്താനും പാർട്ടി ഉപയോഗിച്ചൊരു വേദിയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. പാർട്ടി എനിക്കറിയില്ല കൃത്യമായിട്ട്. കാരണം അവിടെ ഒരു 10-16 ദിവസം നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ചുമതലകളിൽ, അതെന്ന് പറയുന്നത് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കോ വേണ്ടി മാത്രമല്ല, അവിടുത്തെ പ്രാദേശിക ബൂത്ത് കമ്മിറ്റികളിൽ ഇടപെടാൻ, ഗൃഹസമ്പർക്കം നടത്താൻ, വോട്ട് പിടിക്കാൻ, ഒക്കെ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ബേസിക് തൊട്ട് എല്ലാ ചുമതലകളിലും പാർട്ടി നിലമ്പൂരിൽ എന്നെ പ്ലേസ് ചെയ്തെന്നുള്ളതാണ്. ഒരു ന്യൂ കമ്മറായിട്ടുള്ള, ഒരു പുതുതായി പാർട്ടിയിലേക്ക് വന്ന എന്നെ പാർട്ടി നിലമ്പൂർ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ, സമ്മേളനത്തിൽ, ആദ്യത്തെ സമ്മേളനത്തിൽ ശ്രീ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത ആ യോഗത്തിൽ എന്നെ വർത്തമാനം പറയാൻ, പ്രസംഗിക്കാൻ ഉൾപ്പെടെ പാർട്ടി തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ പാർട്ടിക്ക് എന്നിൽ എന്തോ ഒരു കാഴ്ചപ്പാടും പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വ്യത്യസ്തമായൊരു അഭിപ്രായവും പാർട്ടിക്ക് പിന്നീട് ഉണ്ടാവാത്ത രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ സസൂക്ഷ്മമായി ഏറ്റെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ ശ്രമം പാർട്ടി പ്രവർത്തകരെ കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചുമതലയായി കാണുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ വർത്തമാനം പറയുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് പാർട്ടി തിരഞ്ഞെടുപ്പിലേക്ക്, പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ 2026 നിയമസഭയും 25 ഡിസംബറോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ 2 തിരഞ്ഞെടുപ്പും, അതിൽ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു കർട്ടൻ റൈസറാണ്, ഒരു സെമി ഫൈനലാണ്. ഈ സെമി ഫൈനൽ വിജയിക്കുക, ആ വിജയത്തിൽ എൻ്റെ പ്രാപ്തിയും കഴിവും അനുഭവവും പാർട്ടി തരുന്ന ഈ ഊർജവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി വിജയത്തിലേക്ക് പാർട്ടിയെ എനിക്ക് ചുമതലയുള്ള കാര്യങ്ങളിൽ നയിക്കുക എന്ന് പറയുന്ന ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം വരുന്ന നാളുകളിൽ ഞാൻ ഏറ്റെടുക്കും. ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യം ഈ ഒരു വിവരം അറിയിച്ചത് ആരാണ്, ഈ ജനറൽ സെക്രട്ടറി ആയി എന്നുള്ള കാര്യം? അല്ല, ഇത് ഇപ്പോൾ ഗോകുലിനെ ജനറൽ സെക്രട്ടറി ആക്കാൻ പോകുന്നു, ഗോകുലല്ല വേറെ ആരാണെങ്കിലും, അല്ലെങ്കിൽ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ഇന്ന ചുമതലയിൽ വരുത്താൻ വേണ്ടി പോകുന്നു, ഇതൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ രീതിയിൽ ആരോടും മുൻപ് സംസാരിക്കാറില്ല. എന്നോട് സംസാരിച്ചിരുന്നു. പെട്ടെന്നൊരു നിമിഷം അറിയിക്കുകയായി. പെട്ടെന്നൊരു നിമിഷം അറിയിക്കുക എന്ന് പറയുന്നത് പ്രസ് റിലീസായിട്ട് ഇത് വന്നപ്പോഴാണ്, ലിസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ തന്നെ അത് വലിയ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ എന്താ പറയുക, ഒരു BJP കാരനായി വർഷങ്ങളോടുകൂടിയുള്ള പ്രവർത്തനമെന്നുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ പാർട്ടി ഈ കാലഘട്ടത്തിൽ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ള മിഷൻ, അത് തിരഞ്ഞെടുപ്പ് വിജയവും അടക്കമുള്ള പാർട്ടിയെ കൂടുതൽ, പാർട്ടിയുടെ ഔട്ട്റീച്ച് എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, മത, ജാതി സംവിധാനങ്ങളിലേക്കും എത്തിക്കുക എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ BJPയെ കേരളത്തിനകത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുക എന്ന് പറയുന്ന പാർട്ടിയുടെ കാഴ്ചപ്പാടിനെ എന്നാൽ കഴിയുന്ന, എൻ്റെ ചെറിയ അനുഭവങ്ങളിൽ നിന്നുള്ള എന്നാൽ കഴിയുന്ന ഇടപെടലുകളിലൂടെ സഹായിക്കുക എന്ന് പറയുന്നതാണ് പാർട്ടി കാണുന്നത്. ഞാനും അങ്ങനെയാണ് പാർട്ടിയോട് എൻ്റെ ഉത്തരവാദിത്വം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വലിയ ചുമതല ലഭിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വം വലുതാകുന്നു എന്നുള്ളതാണ്. വലിയ ഉത്തരവാദിത്വം എന്നിലേക്ക് എത്തുമ്പോൾ ഞാൻ ഇന്നലെ വരെ ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ വർദ്ധിത വീര്യത്തോടു കൂടി പാർട്ടിയോടുള്ള സ്നേഹവും പ്രവർത്തനവും ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും പ്രാർത്ഥനയായിട്ടുള്ളത്. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള ചുമതലയിൽ നിൽക്കുന്ന ഈ വേളയിൽ പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ നമ്മുടെ മുഴുവൻ മലയാളികളും ഓണം ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഓണം ആഘോഷിക്കാൻ പോകുന്ന ഒരു സമയമാണ്. നമുക്ക് പ്രതീക്ഷയാണ് ഓണം, നമുക്കൊരു തുടക്കമാണ് ഓണം, നമുക്കൊരു സമ്പൽ സമൃദ്ധിയും
ഒരു അനുഗ്രഹവുമാണ് ഓണം. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ പഞ്ഞകാലത്തെ പ്രതീക്ഷയുടെയും വിളവെടുപ്പിൻ്റെയും ഒക്കെ പുതിയ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഓണം. അതുപോലെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയവും. ഈ കേരളം വീണ കഴിഞ്ഞ പതിറ്റാണ്ട് കേരളത്തെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിൻ്റെയും കേന്ദ്രമാക്കിയ ഇടത് വലത് മുന്നണികളുടെ കിരാതമായ നീചമായ ഭരണത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾ അതിൻ്റെ ഏറ്റവും തിക്തമായ അനുഭവങ്ങളുടെ ഉപഭോക്താക്കളാണ്. ആ അനുഭവങ്ങളിൽ നിന്ന് ഓണം നമുക്ക് പകരുന്ന, ഓണം നമ്മിലേക്ക് എത്തിക്കുന്ന പുതിയ പ്രതീക്ഷയുടെ, സമ്പൽ സമൃദ്ധിയുടെ, വികസനത്തിൻ്റെ അതേ പ്രത്യയശാസ്ത്രം തന്നെയാണ്, അതേ മുന്നേറ്റം തന്നെയാണ്, അതേ ചിന്ത തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സംസ്ഥാനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് വികസിത കേരളം, വികസിത ഭാരതം എന്ന് നരേന്ദ്രമോദിജി പറയുന്ന അതേ ആശയം, വികസിത കേരളം എന്ന കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിലുള്ള ആശയത്തെ BJP ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതോടൊപ്പം BJP പറയുന്നത് മാറാത്തത് ഇനി മാറും. ഇതുവരെ മാറാത്ത ജനതയുടെ, മലയാളികളുടെ ദുരിത ജീവിതം മാറും. ഇതുവരെ മാറാത്ത വികസനമില്ലായ്മ ഇനി മാറും. കേരളത്തിൽ വികസനം വരും. ഭാരതം വികസിതമാകണമെങ്കിൽ, വികസിത ഭാരതം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ വികസിത കേരളം ഉണ്ടായേ മതിയാകൂ. അതിന് മലയാളികൾ, പ്രിയപ്പെട്ട കേരളീയർ, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ശരിയുടെ രാഷ്ട്രീയത്തോടൊപ്പം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ജീവിതവും നിങ്ങൾ നൽകി, നിങ്ങൾ ഞങ്ങളോടൊപ്പം BJPയോടൊപ്പം, നമ്മുടെ BJPയോടൊപ്പം നിലകൊള്ളണം. ഈ തിരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ഉണ്ടാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ സംസ്ഥാന അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമാണ് നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിലടക്കം വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നേതൃത്വത്തിൽ അഴിച്ചുപണി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ചുമതലകളിൽ പുതിയ ആളുകൾ പലരും വന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരാളാണ് ഞാനും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ കാലത്തും എല്ലാവർക്കും പെർഫോം ചെയ്യാൻ, അവരുടെ കഴിവും പ്രാപ്തിയും പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് രാജീവേട്ടനുള്ളത്, ശ്രീ രാജീവ് ചന്ദ്രശേഖരനുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് നമ്മളും അംഗീകരിക്കപ്പെടുന്നത്. അപ്പോൾ പാർട്ടിയിൽ ഇതൊരു കൂട്ടായ നേതൃത്വമാണ്. രാജീവേട്ടനും രാജീവേട്ടൻ്റെ ടീം വികസിത കേരളം എന്നാണ് BJP ഈ ടീമിനെ പറയുന്നത്. ഈ ഉത്തരവാദിത്വം, ഈ തിരഞ്ഞെടുപ്പ് പാർട്ടിയെ കേരളത്തിനകത്ത് വലിയ ബഹുജന സംഘടനയാക്കി വളർത്തുക, ജനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലേക്ക് വലിയ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രതീക്ഷകളെ, പുതിയ കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യബോധത്തെ, ശരിയെ യുവാക്കൾക്കിടയിൽ, ജനസാമാന്യത്തിനിടയിൽ എത്തിക്കുക എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയമാണ്, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിനകത്ത് ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നാവുകളായി മാറുക എന്നുള്ളതാണ് ഞാനടക്കമുള്ള ആളുകളുടെ ഉത്തരവാദിത്വം. ഈ വികസിത കേരളത്തിൻ്റെ, ഈ വികസന മുദ്രാവാക്യത്തിൻ്റെ ശബ്ദവും നാവും ശരീരവുമായി മാറുക എന്നുള്ളതാണ് പാർട്ടി എന്നെപ്പോലുള്ള സാധാരണ പ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ അർപ്പിക്കുന്നത്. ആ പ്രതീക്ഷ നിർവഹിക്കാനുള്ള സർവ്വ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതാണ്. ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഈ BJPയിലേക്ക് എത്തുന്നവർ ഈ വഴിയാധാരമാകും എന്നുള്ളൊരു പ്രചരണം എല്ലാം തന്നെ നടക്കുന്നുണ്ടല്ലോ. അല്ല, ആ പ്രചരണം കേരളത്തിൽ കഴിഞ്ഞൊരു 15 വർഷത്തിനിടയിൽ BJPയുടെ തിരഞ്ഞെടുപ്പിനകത്തുള്ള വോട്ട് വർധനകൾ നിരന്തരമായി ഉണ്ടായ ഘട്ടം മുതൽ CPMൽ നിന്ന് CPM മടുത്ത് CPMൻ്റെ മനുഷ്യത്വ വിരുദ്ധ, ജനാധിപത്യ വിരുദ്ധ, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഇടപെടലുകളെ എറിഞ്ഞ് കളഞ്ഞ് ശരിയുടെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ, BJPയിലേക്ക് വരാൻ ശ്രമിക്കുന്നവരെയെല്ലാം ഈ പറയുന്ന നിരാശയുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കള്ളത്തനത്തിൻ്റെ വടിയെടുത്തടിക്കാൻ എപ്പോഴും CPM ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കഥയും. BJPയിലേക്ക് എത്തിയാൽ
നിങ്ങൾ വഴിയാധാരമായി പോകും. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള അഭയം അവിടെ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, ഞാനതിന് ഉദാഹരണമല്ലേ. ഞാൻ BJPയിലേക്ക് എത്തിയിട്ട് 100 ദിവസമാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വങ്ങൾ നമ്മളിലേക്ക് എത്തും. ആ ഉത്തരവാദിത്വങ്ങൾ ശരിയായി നമ്മൾ നിർവഹിച്ചാൽ പാർട്ടി പുതിയ ഉത്തരവാദിത്വങ്ങൾ നൽകും. അങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാതെ BJPയിലേക്ക് MP ആവാം, MLA ആവാം, മന്ത്രിയാവാം, ഇങ്ങനെ പ്രതീക്ഷിച്ച് നമ്മൾ എത്തിയിട്ടൊരു കാര്യവുമില്ല. നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ കഴിവും പ്രാപ്തിയും അനുഭവവും പ്രയോജനപ്പെടുത്തിയാൽ പാർട്ടി ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വരുന്ന നാളുകളിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ CPMൽ നിന്ന് വലിയ ഒഴുക്ക് വരുന്ന നാളുകളിൽ, തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നൽകിയ തൊഴിലിൻ്റെ, കൊടുത്ത ആനുകൂല്യങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞ് ഇപ്പോൾ തന്നെ CPMനകത്തുള്ള പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഈ പറയുന്ന അച്ചടക്കത്തിൻ്റെ വടിയോങ്ങി CPM അവരെ നിയന്ത്രിച്ച് നിർത്തുന്നുണ്ട്. കോർപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കൊടുത്തു, മന്ത്രിമാരുടെ സ്റ്റാഫാക്കി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വിരട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അത്തരം ഈ പറയുന്ന പാവങ്ങളുടെ അന്നം മുടക്കും എന്ന് പറയുന്ന ഈ പറയുന്ന വടിയും വാളുമൊന്നും BJPയിലേക്ക് CPMനകത്തുള്ള സാധാരണക്കാരുടെ ശരി മനസ്സിലാക്കുന്നവരുടെ ഒഴുക്കിനെ, പ്രവേശനത്തെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.